ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അനു വ്ളോഗ് ഏറ്റവും പുതുമേറുന്ന വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങളെ ഇളയ മകൻ്റെ ബർത്ത്ഡേ ആണ്, കിച്ചുമോൻ്റെ. ഞങ്ങൾ സ്കൂളിൽ വിളിക്കുന്ന പേര് ഇവാൻ അനൂപ് എന്നാണ്. ഇന്ന് 9ാമത്തെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്കൂളിൽ ചോക്ലേറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും കൊണ്ടുപോയില്ല. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു. അപ്പോൾ സ്പോർട്സ് ഡേക്ക് അപ്പോൾ പിന്നെ യൂണിഫോം സ്പോർട്സ് ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോയത്. സാധാരണ ബർത്ത്ഡേ ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് സാധാ നോർമൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാനൊരു പെർമിഷനുണ്ട്. പക്ഷേ ഇന്ന് സ്പോർട്സ് ഡേ ആയതുകൊണ്ട് ആ ഒരു സാഹചര്യം പിന്നെ അനുവദിച്ചില്ല. അപ്പോൾ നാളെ അപ്പോൾ നോർമൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവുക, യൂണിഫോം അല്ലാണ്ട് നോർമൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാനുള്ള ഇതിൽ പ്ലാനിലിരിക്കുകയാണ്. അപ്പോൾ ഡ്രസ്സോ കാര്യങ്ങളൊന്നും ഒരു ബർത്ത്ഡേ ആയിട്ടൊരു പുതിയ ഡ്രസ്സോ കാര്യങ്ങളൊന്നും ഇന്നലെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഒരു ഡ്രസ്സ് എടുക്കണം, ആ സ്കൂളിലേക്ക് ആവശ്യമായ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അതൊക്കെ മേടിച്ച് ഒരു ചെറിയ കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോകും. ഇന്ന് പ്രത്യേകിച്ച് സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല. രാവിലെ ഒരു കുഞ്ഞു കേക്ക് മുറിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ നാളെ അവൻ്റെ ഫ്രണ്ട്സും അച്ചുമോൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് സെലിബ്രേഷൻ ചെയ്യാനുള്ളൊരു പ്ലാനാണ്. നാളെ വീക്കെൻഡ് കൂടിയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും നാളെ വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അച്ചുമോൻ്റെ പിന്നെ എന്താണ് ബർത്ത്ഡേ സെലിബ്രേഷന് വന്ന കുട്ടികളൊക്കെയാണ്. രണ്ടുപേരെയും കോമൺ ഫ്രണ്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം, എല്ലാവരും പരിചയമുള്ളവർ തന്നെയാണ്. ഫ്ലാറ്റിലുള്ളതും ട്യൂഷന് പോകുന്നതും അപ്പോൾ അവിടെ ഫുട്ബോൾ കളിക്കാൻ വരുന്ന കുട്ടികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ കിച്ചുമോൻ്റെ 9ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ കണ്ടൻറ്റ് തന്നെ അത് തന്നെയാണ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുപരി കിച്ചുവിനെ എല്ലാവരും വിഷസ് അറിയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി കിച്ചുവിന് എല്ലാവിധ അനുഗ്രഹങ്ങളും അപ്പയുടെയും അമ്മയുടെയും ബർത്ത്ഡേ വിഷസും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ പോയത് ഗുദേവിയ നെസ്റ്റോയിലേക്കാണ്. സാധാരണ നെസ്റ്റോയിൽ നിന്നാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. ചില സമയത്ത് മാത്രം സിഞ്ചു ലുലുലോ അല്ലെങ്കിൽ ഹിദ് ലുലുലോ പോകാറുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തു. അതുപോലെ തന്നെ കിച്ചണിലേക്ക് വേണ്ട ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ ചോക്ലേറ്റ് സെക്ഷനിൽ വന്നു. ചോക്ലേറ്റ് സെക്ഷനിൽ ഇപ്പോൾ ബസ്സിൽ നമുക്ക് ചോക്ലേറ്റ് കൊടുക്കേണ്ടതായുണ്ട്, അതുപോലെ തന്നെ ക്ലാസ്സിൽ കൊടുക്കേണ്ടതായുണ്ട്, പിന്നെ വീട്ടിൽ വേണം. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ എന്താണ് കിച്ചുവിന് ആർക്കോ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ആർക്കോ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ ബില്ലൊക്കെ പേ ചെയ്തു. നേരെ പാർക്കിംഗ് ഏരിയയിൽ വന്നു. ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇനി എങ്ങോട്ട് പോകുമെന്നുള്ളൊരു ചിന്തയായി. അപ്പോൾ എന്തായാലും കിച്ചുവിന് ഡ്രസ്സ് എടുക്കണം. അപ്പം ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു. നമ്മൾ ഈ നെസ്റ്റോയ്ക്ക് അടുത്ത് അൽമദീന എന്ന് പറയുന്നൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. ആ ഒരു ഷോറൂമിലേക്ക് നമുക്ക് പോകാമെന്ന് വിളിച്ചു. ആ ഷോറൂം ഞാൻ ഓണത്തിനാണ് കണ്ടുപിടിച്ചത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഓണത്തിനാണ് ഞാൻ കയറുന്നത്. ഓണത്തിന് ഞാൻ ഇട്ട ജുബ്ബ അവിടെ നിന്നാണ് മേടിച്ചത്. അപ്പോൾ എന്തായാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടെ പോയി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ അൽമദീനയിലേക്ക് പോയി. അൽമദീന ചെന്നപ്പോഴത്തേക്ക് കിച്ചുവിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചില്ല. ഒരു കാർഗോ പാൻ്റ് എടുത്തു. കാർഗോ പാൻ്റ് എടുത്തതിന് ശേഷം ടീഷർട്ട്സും ഷർട്ട്സൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അവനതൊന്നും ഇഷ്ടപ്പെട്ടില്ല. നേരെ ആ കാർഗോ പാൻ്റ് എടുത്ത് ബില്ല് ചെയ്തു. അച്ചുവിനോട് ചോദിച്ചപ്പോഴത്തേക്ക് അവന് കാർഗോ പാൻറ്റിനോട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ബില്ലൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ വീണ്ടും നെസ്റ്റോയിലേക്ക് വന്നു. വണ്ടി അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ കാര്യം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വണ്ടി അവിടെ തന്നെ ഇട്ടിട്ട് പോയത്. അപ്പോൾ നേരെ അവിടെ വന്നു. നേരെ ഞങ്ങൾ പോയത് സിഞ്ച് ലുലുവിലേക്കാണ്. സിഞ്ച് ലുലുവിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ടീഷർട്ട്സിൻ്റെ ആയാലും ഷർട്ട്സിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ എന്തായാലും കിച്ചുവിന് ഇഷ്ടപ്പെട്ട ആ കാർഗോ പാൻറ്റിനോട് ചേരുന്ന ഒരു ഡ്രസ്സ്, ഒരു വൈറ്റ് കളറിലെ ഷർട്ട് എടുത്തു. ഷർട്ട് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഉമ്മല്ലസത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഭരണിയിൽ വിളിച്ച് രാത്രിത്തിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത. കാര്യം 10 മണിയോളമായി. പിറ്റേന്ന് രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകേണ്ടതാണ്. അപ്പം ലേറ്റ് ആകുമെന്ന് വെച്ച് നേരെ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഭരണിയിൽ വിളിച്ച് പൊറോട്ടയും അതുപോലെ തന്നെ ബട്ടർ ചിക്കനും പിന്നെ ഒരു ബീഫ് കറിയും പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഉമ്മലസത്ത് നിന്ന് വന്നു. നേരെ ഭരണിയിൽ പോയി അതൊക്കെ കളക്ട് ചെയ്ത് വീട്ടിൽ പോയി കഴിച്ചു. ഇന്നാണ് ആക്ച്വലി നവംബർ 20. ഇന്നാണ് കിച്ചുവിൻ്റെ ബർത്ത്ഡേ. പക്ഷേ ഇന്ന് ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അത് ഞാൻ നേരത്തെ ഒരു ഇൻട്രഡക്ഷനിൽ തന്നെ പറഞ്ഞു. ഇന്നൊരു സ്പോർട്സ് ഡേ ആയതുകൊണ്ട് അവൻ യൂണിഫോം ഇട്ടുകൊണ്ടാണ് പോയത്, സ്പോർട്സ് ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോയത്. അപ്പം പിറ്റേന്ന് നമ്മൾ വീക്കെൻഡ് വ്യാഴാഴ്ചത്തേക്കാണ് 21st സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വെച്ചത്. അവൻ്റെ കൂട്ടുകാരൊക്കെ വരുന്ന അന്നാണ്. അപ്പോൾ എന്തായാലും
ഇന്ന് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ ഇതിൻ്റെ ബാക്കി സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കിച്ചുമോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഇന്നലെ പ്രവൃത്തി ദിവസമായതുകൊണ്ട് ഞങ്ങൾ തന്നെ ഒരു ചെറിയ കുഞ്ഞു കേക്കൊക്കെ മുറിച്ചു. പിന്നെ സെലിബ്രേഷൻ ചെയ്തതിന് ശേഷമാണ് സ്കൂളിലൊക്കെ പോയത്. ഇന്നലെ സ്പോർട്സ് ഡേ കൂടെ ആയതുകൊണ്ട് അവന് യൂണിഫോം ഇട്ട് പോകേണ്ട വന്നു. അപ്പോൾ ഇന്നാണ് അവന് മേടിച്ചു കൊടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയത്. ചോക്ലേറ്റ്സൊക്കെ ഇന്നാണ് ടീച്ചേഴ്സിനൊക്കെ കൊണ്ട് കൊടുത്തത്. അപ്പോൾ എന്തായാലും അവൻ്റെയും അതുപോലെ തന്നെ അച്ചുവിൻ്റെയും കിച്ചുമോൻ്റെയും അച്ചുമോൻ്റെയും കോമൺ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. സമയം 7:15. അപ്പോൾ ഒരു ചെറിയ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് കിച്ചുമോൻ്റെ 9ാമത്തെ ബർത്ത്ഡേ ആണ്. നവംബർ 20-ാം തീയതി ആയിരുന്നു ബർത്ത്ഡേ. അത് ഇന്നലെ ആയിരുന്നു. അപ്പോൾ വീക്കെൻഡായിട്ട് നമ്മൾ സെലിബ്രേഷൻ ചെയ്യാൻ വെച്ചു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവരുടെയൊക്കെ സന്തോഷത്തോടു കൂടി കേക്ക് മുറിക്കാനുള്ളൊരു പ്ലാനാണ്. ജോയി മാംസിൻ്റെ കേക്കൊക്കെ അവർ ഹോം ഡെലിവറി ചെയ്തു. അവന് ഇഷ്ടപ്പെട്ട ഒരു തീമാണ് വെച്ചിരിക്കുന്നത്. അവൻ കണ്ടിട്ടില്ല ഇതുവരെ. എന്തായാലും അവന് ഇഷ്ടപ്പെട്ടൊരു തീമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ എന്താണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കിച്ചുമൻ്റെ 9ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഞങ്ങളെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഈ യൂട്യൂബ് എന്ന വലിയ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് കിച്ചുമൻ്റെ 9ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് ആ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോയി മാംസിലാണ് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തത്. ഹോം ഡെലിവറി വേണമെന്ന് തന്നെ പറഞ്ഞായിരുന്നു. ഒരു 6:30 മണിയായപ്പോഴത്തേക്ക് അവർ കേക്ക് അവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങളെ എക്സ്പെക്റ്റേഷന് ഉപരിയായിട്ടുള്ളൊരു നല്ലൊരു കേക്കാണ് അവർ പ്രിപ്പയർ ചെയ്തത്. തീമും കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. കാര്യം കിച്ചുമോന് ഫുട്ബോളിനോട് വലിയ താല്പര്യം ഉണ്ടായതുകൊണ്ട് ഫുട്ബോൾ തീമോട് കൂടിയുള്ളൊരു കേക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതിമനോഹരമായ ഒരു കേക്കാണ്. ഇപ്പോൾ 4ാമത്തെ തവണയാണ് ഞങ്ങൾ ജോയി മാംസിൽ കേക്ക് ഓർഡർ ചെയ്യുന്നത്. കഴിഞ്ഞ 3 തവണയും നല്ല രീതിയിലാണ്, നല്ല ഒരു കംപ്ലൈൻറ്റ് പോലും ഇല്ലാത്ത രീതിയിലാണ് അവർ കേക്ക് പ്രിപ്പയർ ചെയ്തത്. അതിമനോഹരമായ അല്ലെങ്കിൽ വളരെ ടേസ്റ്റോട് കൂടിയ ക്രീമൊക്കെ കുറച്ചുള്ള കേക്കാണ് ചെയ്തത്. കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തിരുന്നത്. ഇപ്പോൾ എന്തായാലും കിച്ചുമോനും അച്ചുമോനും വിളിച്ച ഫ്രണ്ട്സൊക്കെ അവിടെ എത്തി. അവരൊക്കെ ഓരോ ഗെയിമൊക്കെ കളിച്ച് പിന്നെ എന്താണ് വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ അവർക്ക് ഒന്നിച്ചു കൂടാവുന്ന അവസരങ്ങൾ സന്ദർഭങ്ങളൊക്കെ അവർ ഒന്നിച്ചു കൂടി സന്തോഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളെ കുട്ടിക്കാലമൊക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മ വരും. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത കേക്ക്. ആ ഒരു ഫുട്ബോൾ തീമോട് കൂടിയുള്ളൊരു കേക്കാണ്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് ഫുട്ബോൾ. അപ്പോൾ ആ തീമോട് കൂടിയുള്ളൊരു കേക്കാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഓർഡർ ചെയ്തത്. എന്തായാലും കുട്ടികളൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കേക്ക് മുറിക്കാൻ തന്നെ അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അച്ചുമൻ്റെയും കിച്ചുമൻ്റെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും കോമൺ ഫ്രണ്ട്സാണ്. 1-2 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ അവരെ ഒക്കെ നിർത്തിക്കൊണ്ട് നമ്മൾ കേക്ക് മുറിക്കുന്ന എന്നൊരു കടമയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇന്ന് കിച്ചുമോൻ്റെ 9ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഇന്ന് നവംബർ 21 ആക്ച്വലി 20-ാം തീയതിയാണ് സെലിബ്രേഷൻ നടത്തേണ്ടത്. പക്ഷേ 20-ാം തീയതി നടത്താൻ സാധിച്ചില്ല. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അപ്പം 21-ാം തീയതി നവംബർ 21, 2024 ഈ ഒരു സെലിബ്രേഷൻ നമ്മൾ വീക്കെൻഡായതുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിരിക്കും. നമുക്ക് കേക്ക് മുറി എന്ന ഒരു കടമയിലേക്ക് കടക്കാം.
അങ്ങനെ കിച്ചുവിൻ്റെ 9ാമത്തെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേഷൻ ചെയ്യാൻ തുടങ്ങി. കിച്ചുവും ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ടാണ് കേക്ക് മുറിച്ചത്. കേക്ക് മുറിച്ചതിന് ശേഷം കിച്ചു എല്ലാവർക്കും കേക്ക് വിതരണം ചെയ്തു, അല്ലെങ്കിൽ കൊടുത്തതിന് ശേഷം ഫ്രണ്ട്സും അതുപോലെ കിച്ചുവിന് കേക്ക് കൊടുത്ത് എല്ലാവരും കേക്കൊക്കെ കഴിച്ചതിന് ശേഷം കുറേ നേരം അവർ തമാശകളും കളിയാക്കലും സന്തോഷം പങ്കിടലൊക്കെ ആയിട്ട് ഇരുന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റോളം കുട്ടികൾ അങ്ങനെ കളിയും ചിരിയായിട്ടൊക്കെ ഇരുന്നതിന് ശേഷമാണ് സീന പറഞ്ഞത് പല കുട്ടികൾക്കും 8 മണിക്ക് പ്രോഗ്രാം ഡാൻസ് ക്ലാസ്സോ മറ്റോ ഉള്ളത് കൊണ്ട് നേരത്തെ വിടേണ്ടതായി ഉണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കുട്ടികളൊക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ കിച്ചുവിന് കൊടുത്ത്. ആദ്യം ശബരിയാണ് കൊടുത്തത്. ശബരിയെ നമ്മൾ അപ്പു എന്നാണ് വിളിക്കുന്നത്. അപ്പു ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ അച്ചുമോനാണ് വന്നത്. അച്ചുമോൻ അവൻ്റെ കിച്ചുവിൻ്റെ ഫേവറേറ്റ് ജേഴ്സിയായ കിച്ചു ജൂനിയർ റൊണാൾഡോയുടെ ജേഴ്സിയാണ് കൊടുത്തത്. അതിൽ കിച്ചു ജൂനിയർ എന്നൊക്കെ എഴുതി വൈകിട്ട് തന്നെ അവൻ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തതിന് ശേഷം പിന്നെ വാവ വന്നു, അതുപോലെ തന്നെ നെവിൻ വന്നു, ജോയൽ, പിന്നെ ടീച്ചറെ മക്കളായ അശ്വതി അച്ചുവൊക്കെ വന്നു. അപ്പോൾ ടീച്ചറെ മക്കളെന്ന് പറഞ്ഞാൽ അച്ചുമോൻ ട്യൂഷന് പോകുന്ന ടീച്ചറുടെ മക്കളാണത്. അപ്പം അത് വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. ഫ്ലാറ്റിൻ്റെ അടുത്തുള്ളത് കുട്ടികളെല്ലാം അടുത്തുള്ള കുട്ടികളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ചെറുതായിട്ടൊരു ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയതാണ്. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ പൊറോട്ടയും അതുപോലെ തന്നെ ഇടിയപ്പമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെയാണ് അന്നത്തെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആഘോഷിച്ച് പിരിഞ്ഞത്. ഇപ്പോൾ ഈ 2 പ്രാവശ്യമായിട്ട് ഈ അച്ചുവിൻ്റെയും കിച്ചുവിൻ്റെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ആഘോഷിക്കുന്നത് ആദ്യം കുട്ടികൾ അവരുടേതായ നമ്മൾ കുട്ടികളെ ഓണം എന്നൊക്കെ പറയുന്ന പോലെ അത് കുട്ടികളെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് നമ്മളോട് സഹകരിക്കുന്ന 1-2 ഫാമിലീസൊക്കെ വരും. പിന്നെ അവരുമായിട്ട് പിന്നെ എന്താണ് കേക്ക് മുറിക്കുകയും ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് നടന്നു പോകുന്നത്. എന്തായാലും കുട്ടികളുടെ ആഘോഷത്തിന് നമ്മൾ അല്ലെങ്കിൽ കുട്ടികളുടെ സന്തോഷത്തിന് നമ്മൾ ഒരിക്കലും എതിര് നിൽക്കാറില്ല. അവരൊരു സന്തോഷത്തോടെ അവരെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് ഇവർ പോകാറുണ്ട്. അങ്ങനെ ഈ ഒരു ഫ്ലാറ്റിന് ചുറ്റുവട്ടത്തുള്ളതും ഇവിടെ കളിക്കാൻ വരുന്ന കുട്ടികളും അതുപോലെ ട്യൂഷന് വരുന്ന കുട്ടികളും സ്കൂളിലെ കുട്ടികളൊക്കെയാണ് ഈ ഒരു സെലിബ്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കെടുക്കുന്നത്. എന്തായാലും കിച്ചുവിൻ്റെ 9ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കിച്ചു കൊണ്ടുചല്ലേ കേക്ക് കൊടുക്കാനാടാ. വാ ചെല്ല മോനെ ഉടുപ്പിലാക്കരുതേ. പോട്ട് അഞ്ഞ വാ. മോനെ എടാ അതിന് ഒന്ന് കൊടുക്കടാ. ബർത്ത്ഡേ പോയി നിൽക്കുന്നു. പേരെന്ന് പറഞ്ഞേ നോക്കട്ടെ. ജോയൽ. മോന്റെ പേര് അപ്പയ്ക്ക് അറിയാം. പേര് പറ. കിച്ചുവിന്റെ പേര് പറ കേക്കട്ടെ. ഇവാൻ.
കിച്ചു. അടുത്ത ജോയൽ, ജോക്കുട്ടൻ, എറിക്, നെവിൻ, വാവ, ശബരീഷ്. ഓക്കെ. ആശു, അച്ചു, അപ്പു, അപ്പൂസ്. വിളിക്കുന്ന ബർത്ത്ഡേ ബോയെ കണ്ടോ, ബർത്ത്ഡേ ബോയെ കണ്ടോ, ഡാൻസ് കളിക്കുന്ന കണ്ടോ, ബർത്ത്ഡേ ബോയെ കണ്ടോ, ബർത്ത്ഡേ ബോയെ കണ്ടോ. കിച്ചുവിന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ആണത്. കിച്ചുവിന്റെ ഫ്രണ്ട്സൊക്കെ കൊടുത്ത ഗിഫ്റ്റുകളൊക്കെയാണത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികൾ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം താഴത്തെ കോറിഡോറിൽ കളിക്കാൻ പോയി. ആ സമയത്താണ് ബിനു, നികാസും, രാജും, സജീവ് ഫാമിലിയൊക്കെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്ന് കുട്ടികളെ വിളിച്ചിട്ട് അവന്മാരൊന്നും വിളി കേൾക്കുന്നില്ല. ഞാൻ താഴെ പോയി അച്ഛനെയും കിച്ചുവിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. വിളിക്കുന്ന സമയത്ത് രണ്ടുപേരും നല്ല രീതിയിൽ വിയർത്ത് കുളിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ എന്തായാലും പോയി ഞാൻ ഫ്രഷ് ആവാൻ പറഞ്ഞു. ഫ്രഷായി വന്നതിന് ശേഷം ഞങ്ങൾ എന്തായാലും കേക്കൊക്കെ മുറിച്ചു. അവരും ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ അവർ അച്ഛനും കിച്ചുവിനും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 പേർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ എന്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഇവിടെ പോകണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ മനാമയിലേക്ക് പോകാൻ തീരുമാനിച്ചു. മനാമയിൽ കെ ഗ്രില്ലിലോ അല്ലെങ്കിൽ നഹദി മന്തിയിലോ മന്തി കഴിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ കെ ഗ്രില്ലിൽ പോയോ അല്ലെങ്കിൽ നഹദി മന്തി പോയോ കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫൈനലി ഞങ്ങൾ പോകുന്ന വഴിക്ക് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് തീരുമാനിച്ചത് നഹദി മന്തി തന്നെ പ്ലാൻ ചെയ്യാനുള്ളത്. അങ്ങനെ ഞങ്ങൾ മനാമ ഗേറ്റ് വഴി നേരെ നഹദി മന്തിയിലേക്ക് തിരിച്ചു. നഹദി മന്തിയിൽ ചെന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, ആസ് യൂഷ്വലി നല്ലൊരു ഫുഡാണ്. നല്ല വൈബുള്ളൊരു ഹോട്ടൽ തന്നെയാണ്. ഒരുപാട് തവണ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഏകദേശം 2 ആഴ്ച മുന്നേ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസ് ഈ യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നമ്മളെന്തായാലും മന്തി കഴിക്കാൻ പറ്റിയൊരു ഹോട്ടൽ ഈ നഹദി മന്തിയും അതുപോലെ തന്നെ കെ ഗ്രില്ലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നഹദി മന്തിയിലേക്ക് തിരിച്ചു. അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ ബീഫും ചിക്കനുമാണ് ഓർഡർ ചെയ്ത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മന്തി തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്നൊരു കസ്റ്റമർ ആയതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് അവർ ഡീൽ ചെയ്യുന്നത്. എന്തായാലും കിച്ചുമോൻ്റെ 9ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ചു. നീ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഈ കാണുന്നവരെല്ലാം കൂടെ ചേർന്നിട്ട് ഇതിലും നല്ല രീതിയിൽ ഇതിനും വലുതായിട്ട് ആഘോഷിക്കാനുള്ള കൃപയും കരുണയൊക്കെ ദൈവം തെരുമാറാകട്ടെ. എന്തായാലും 9ാമത്തെ കിച്ചുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഈ വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെയൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഈ ഒരു യൂട്യൂബ് ലൈബ്രറി എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അപ്ലോഡ് ചെയ്യാനുള്ള പ്രധാന കാരണം ഇത് എന്താണ്, എത്ര നാൾ വേണമെങ്കിലും യാതൊരു ഡാമേജും കൂടാതെ അവിടെ കാണും, അല്ലെങ്കിൽ എല്ലാവർക്കും കാണാൻ സാധിക്കും. നമുക്കൊക്കെ എപ്പോഴും വേണമെങ്കിലും കാണാൻ സാധിക്കും. നമ്മളെയൊക്കെ പ്രായമാവുന്ന സമയത്തൊക്കെ ഈ ഒരു ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ഈ യൂട്യൂബിൻ്റെ ലിങ്ക് വഴി അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന വഴി നമുക്ക് ഈ വീഡിയോസൊക്കെ കാണാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഇതിന് മനോഹരമായ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.